നന്ദികെട്ട രാജ്യമാണ് ഉക്രൈൻ എന്ന് ട്രംപ് പരസ്യമായി പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. അമേരിക്കയുമായി ഉക്രൈന് പല ഉഭയകക്ഷി ബന്ധങ്ങളുമുണ്ട്. എന്നാൽ സെലൻസ്കി ബോധപൂർവം വലിയാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം അമേരിക്ക മുന്നോട്ട് വെച്ച 28ഓളം ഉപാധികളിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, റഷ്യയുമായുള്ള ആക്രമണം അല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള ഈ പോരാട്ടം ഉക്രൈൻ ഒരിക്കലും ഗുണം ചെയ്യില്ല. ഉക്രൈൻ പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള സാഹചര്യം മുന്നിൽ കാണുകയാണ്. അമേരിക്ക സഹായം നടത്താതെ ഉക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. യൂറോപ്യൻ യൂണിയൻ്റെ സഹായം കൊണ്ട് ഉക്രൈന് റഷ്യയുടെ ഈ അധിനിവേശത്തെ അതിജീവിക്കാൻ കഴിയില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഒരു വാക്കും കൂടെ പറഞ്ഞിരിക്കുന്നു, വ്ളോഡിമർ സെലൻസ്കിയെ തനിക്ക് മിനിറ്റ് വെച്ച് അവിടെ നിന്ന് മാറ്റാൻ കഴിയും. കാരണം അത്രയേ ഉള്ളൂ. അത് വലിയ രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടൊന്നും കൂടാതെ വളരെ ലാഘവത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപും JD വാൻസും ഒക്കെ ഉക്രൈൻ പ്രസിഡന്റിനെ പല തോതിൽ പരിഹസിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഉക്രൈൻ പ്രസിഡന്റ് വെറും ഒരു ഏറാമൂളിയാണ്. അമേരിക്ക പറയുന്നത് കേട്ട ആടിയ ഒരു കളിപ്പാവ മാത്രമാണ്. സെലൻസ്കിക്ക് പലയിടത്തും തെറ്റുപറ്റിയിരിക്കുകയാണ്. സെലൻസ്കി വിചാരിക്കുന്ന പോലെ ഉക്രൈൻ ശക്തമൊന്നുമല്ല. ഉക്രൈന് എല്ലാ രീതിയിലുള്ള ആഭ്യന്തര സഹായങ്ങളും സാമ്പത്തിക സ്രോതസ്സും അതുപോലെ തന്നെ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും നൽകി വന്നത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും കൂടെ സംയുക്തമായി ചേർന്നുകൊണ്ടാണ്. ഇനി അതിൽ അമേരിക്ക വലിയ തോതിൽ പിന്മാറാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇനി എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. കീവിലേക്കും കാർക്കീവിലേക്കും റഷ്യ നടത്തുന്ന ശക്തമായ ആക്രമണം അത് താങ്ങാനുള്ള കരുത്തൊന്നും ഉക്രൈനില്ല. റഷ്യ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അവർക്ക് സൈനികരെ നഷ്ടപ്പെട്ടു, അവർക്ക് വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു, അവർക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ടായി. എന്നിട്ടും അവർ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് വയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെയാണ് ആ രാജ്യത്തിൻ്റെ ആ ഒരു എൻഡ്യൂറൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് റഷ്യയെ പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നു. റഷ്യക്ക് പല ടെറിട്ടറികളും നിങ്ങൾ വിട്ടു നൽകേണ്ടി വരും. അത് സ്വാഭാവികമായി യുദ്ധം ഒഴിവാക്കാൻ കാരണമാകും. റഷ്യയുമായി ഒരു കോംപ്രമൈസ് ചർച്ചയിലേക്ക് പോകാതെ നിങ്ങൾക്കിനി സമാധാനപരമായിട്ട് അവിടെ ഒരു നിമിഷം പോലും കിടന്നുറങ്ങാൻ കഴിയില്ല എന്നതുകൂടി മനസ്സിലാക്കാൻ അന്തിമ താക്കീതായാണ് ഉക്രൈൻ്റെ പ്രസിഡന്റായ വ്ളോഡിമർ സെലൻസ്കിയോട് പറഞ്ഞിരിക്കുന്നത്. ഉക്രൈൻ വിചാരിച്ചാലൊന്നും ഒരു രീതിയിലുള്ള പരിവർത്തനവും നടക്കില്ല. യൂറോപ്യൻ യൂണിയൻ വിചാരിച്ചാലും ആ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് നാമമാത്രമായ കാര്യമാണ്. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും കാര്യങ്ങൾ പക്വതയോടെ തീരുമാനിക്കൂ, ചിന്തിക്കൂ എന്ന് വളരെ വ്യക്തമായി തന്നെ റഷ്യൻ പ്രസിഡന്റിനോട് പറഞ്ഞിരിക്കുകയാണ്. വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നേരത്തെ തന്നെ ഉക്രൈനോട് കാര്യങ്ങൾ പറഞ്ഞതാണ്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന പ്രപ്പോസൽ തള്ളിക്കളയാൻ കഴിയില്ല, അത് നിങ്ങളുടെ ഭാവിയെ തുലയ്ക്കും, നിങ്ങൾ തുലാസിലാകും. വളരെ വ്യക്തമായി വിദഗ്ധമായി തന്നെ അമേരിക്കയുടെ പദ്ധതികളെ ലംഘിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അടിവരയിട്ട് തന്നെ വ്യക്തമാക്കിയത്. എന്നിട്ടും ഉക്രൈൻ ഈ രീതിയിലുള്ള അഹംഭാവവും നിഷേധാത്മക സ്വഭാവവും കാണിക്കുകയാണെങ്കിൽ അനുഭവിച്ചോളൂ എന്ന് തന്നെയാണ് അമേരിക്ക പറയുന്നത്.